ഹെബ്രായർ 4:12 പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനുള്ളതും സജീവമാണ്. അത് ഇതിന്റെ ചിന്തകളെയും മനോഭാവങ്ങളെയും വേർതിരിക്കുന്നു. ഹല്ലേലൂയ. തീർച്ചയായും ഈ വചനഭാഗം നമ്മളെ കർത്താവായ ദൈവത്തിന്റെ സ്വഭാവത്തെ വരച്ചു കാണിക്കുന്നു. ഹല്ലേലൂയ. അവൻ തന്റെ വചനത്തിലൂടെ വചനം ശ്രവിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ വചനത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നുചേരുന്ന കർത്താവ് അവന്റെ സ്വഭാവം നമുക്ക് പകരുന്നു. അവന്റെ ദൈവീകത നമ്മളുമായി പങ്കുവയ്ക്കുന്നു. നാം പ്രകാശിതരായി മാറുന്നു. അത് നമ്മുടെ ചിന്തകളെ മാറ്റുന്നു. നല്ലത് കാണുവാൻ, നല്ലത് കേൾക്കുവാൻ, നല്ലത് സംസാരിക്കുവാൻ അത് നമ്മെ പ്രാപ്തരാക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. അത് എല്ലാ സീസണിലും പ്രവർത്തിക്കുന്നു. എല്ലാ സമയത്തും സദാ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം വചനത്തിന് ജീവനുണ്ട്. അത് സജീവമാണ്. ദൈവം ഇന്നലെ സംസാരിച്ച ആ വചനത്തിന് ഇന്നലെയും ഇന്നും ശക്തിയുണ്ട്, നാളെയും ശക്തിയുണ്ട്. അത് ഇന്നലെയും പ്രവർത്തിച്ചു, ഇന്നും പ്രവർത്തിക്കുന്നു, നാളെയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. വചനം മനസ്സിന്റെ ചിന്തകളെയും മനോഭാവങ്ങളെയും വേർതിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യൻ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയിലെ സംശയം, ആകുലത, ഭയം, ഞാനെന്ന ഭാവം, അഹങ്കാരം എന്നിവയെ തിരുത്തുകയും അവനെ സത്യത്തോടെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആകയാൽ എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ ജീവനുള്ള സജീവമായ വചനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശ്വാസത്തിൽ വസിക്കുവാനായി നാം അനുവദിക്കണം. ഹല്ലേലൂയ. തീർച്ചയായും ദൈവത്തിന്റെ വചനം നമ്മുടെ അധരങ്ങളിൽ വസിക്കുമ്പോൾ, നമ്മുടെ മനസ്സിൽ വസിക്കുമ്പോൾ നാം അവന്റെ ശക്തി പ്രാപിക്കും. ആ ശക്തി നമ്മെ സത്യത്തിലും നീതിയിലും വഴി നടത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം തന്റെ വചനത്തിലൂടെ നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.